ഹായ് ഗായ്സ്, 10 മടങ്ങ് വേഗത്തിൽ മുടി നല്ല അടർത്തിയായി കട്ടിയിൽ നീളത്തിൽ വളരാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം മെയ്ഡ് ഹെയർ ടോണിക്കിൻ്റെ റെമഡിയാണ് ഇന്ന് നിങ്ങളുമായി ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ ഒരു ഹെയർ ടോണിക്ക് നമുക്ക് 10 പൈസ ചിലവില്ലാതെ നമ്മുടെ കിച്ചണിലേക്ക് കിട്ടുന്ന രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഗൈസ്, നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇതാദ്യം കാണിച്ചിരിക്കുന്നത് നമ്മുടെ സവാളയാണ്, ബിഗ് ഓണിയൻ, വലിയ ഉള്ളി. ഓക്കെ, ഈ ഉള്ളിയെല്ലാം നമ്മൾ മുടിക്ക് വേണ്ടി എടുക്കാൻ പോകുന്നത്. ഈ ഒരു ഉള്ളിയുടെ പുറം തൊലിയാണ് എടുക്കുന്നത്. ഈ തൊലി സാധാരണ നമ്മൾ ചെടികൾക്ക് വളമായിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പം ഇന്ന് നമ്മൾ ഇതിൻ്റെ തൊലി ഉപയോഗിച്ചിട്ടാണ് ഹെയർ ടോണിക്ക് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഉള്ളിയുടെ തോല് എടുക്കുന്ന സമയത്ത് അതിൽ കാണുന്ന ആ ഒരു മുടി പോലത്തെ സംഭവമില്ല, അത് എടുക്കരുത്. അതുപോലെ തന്നെ നമ്മൾ തൊലിച്ചെടുത്തതിന് ശേഷം നന്നായിട്ട് കഴുകണം. കാരണം ഇതിനകത്ത് രാസവളങ്ങളൊക്കെ ചേർത്തിട്ടാണ് ഉള്ളി ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് അതിൻ്റെ പുറം തൊലി നന്നായിട്ട് കഴുകിച്ച് വേണം നമുക്ക് ഈ ഒരു തോട് ഉപയോഗിക്കാനായിട്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അല്പം നേരം നമുക്കൊരു 2-3 മിനിറ്റ് വെള്ളത്തിൽ അങ്ങ് മുക്കി വെച്ച് എടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ആ രീതിക്ക് എടുത്ത് ഉള്ളിയുടെ തോലാണ് ഞാനിവിടെ മാറ്റി വെച്ചിരിക്കുന്നത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഹെയർ ടോണിക്ക് തയ്യാറാക്കി എടുക്കാൻ പോകുന്നത്. ഇത് മാത്രമല്ല, അതിനകത്തേക്ക് നമ്മൾ ഒരു കാര്യം കൂടി ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് രണ്ടും കൂടി ചേർന്ന് കഴിയുമ്പോൾ നമുക്ക് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ടോണിക്കാണ് നമുക്ക് കിട്ടുന്നത്. ടോണിക്കോ സീറോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് വിളിക്കാം. ഇതാണ് നമ്മൾ മുടിയിൽ അപ്ലൈ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗൈസ്, ഈ ഒരു തൊലി ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് ഒരു കട്ടിയുള്ള പാത്രമാണ്. ഈ ഒരു പാത്രത്തിനകത്തേക്ക് ഞാനിവിടെ 1 ഗ്ലാസ് പച്ചവെള്ളം ചേർക്കുന്നുണ്ട്. ഏകദേശം 175-200 ml ഈ ഒരു ഗ്ലാസ്സിനകത്ത് കൊള്ളും. ആ ഒരു വെള്ളം ചേർക്കുന്നുണ്ട്. നമുക്ക് ഈ ഒരു വെള്ളം ഇച്ചിരി അങ്ങ് വറ്റിച്ച് കൊണ്ടുവരാം. ഒരു 1/4 പോർഷൻ വറ്റിച്ച് കൊണ്ടുവരും. പപ്പാതയാക്കി വറ്റിക്കേണ്ട കാര്യമൊന്നുമില്ല. ഒരു 1/4 പോർഷൻ വറ്റിച്ചെടുത്താൽ മതി. ഒരു 5 അല്ലെങ്കിൽ 8 മിനിറ്റോളം നമ്മളത് തിളപ്പിച്ച് കൊണ്ടുവരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വെള്ളം എടുക്കുക. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഈ പറഞ്ഞ അളവിൽ വെള്ളം എടുത്തിട്ടുണ്ട്. പിന്നീട് അതിനകത്തേക്ക് നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന ഉള്ളിയുടെ തൊലി ചേർക്കുന്നുണ്ട്. ഈ ഒരു ഉള്ളിയുടെ തൊലി നമുക്ക് ഈ ഒരു വെള്ളം ചൂടാക്കിയതിന് ശേഷം ആഡ് ചെയ്ത് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. പിന്നീട് ചേർക്കുന്നത് നമ്മുടെ ചായപ്പൊടിയാണ്. നമ്മൾ കട്ടൻ ചായ വെക്കാൻ വേണ്ടി ഉപയോഗിക്കില്ല, തേയിലപ്പൊടി. ആ ഒരു ചായപ്പൊടിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ആഡ് ചെയ്യുന്നത്. ഏകദേശം 2 ടേബിൾ സ്പൂൺ ആണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പ്രത്യേകം നോട്ട് ചെയ്യുക, ടീസ്പൂൺ അല്ല, ടേബിൾ സ്പൂൺ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ 175 അല്ലെങ്കിൽ 200 ml വാട്ടറിന് ഈ ഒരു 2 ടേബിൾ സ്പൂൺ ചായപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 2 വലിയ ഉള്ളിയുടെ തൊലി, 2 മീഡിയം സൈസിലുള്ള ഉള്ളിയാണ്, അതിൻ്റെ തൊലി കൂടി നമ്മൾ ചേർക്കുന്നുണ്ട്. ഇതാണ് ഇതിൻ്റെ ഒരു അളവെന്ന് പറയാനായിട്ട്. എല്ലാവർക്കും ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് കൂടുന്നതിനനുസരിച്ചിട്ട് ഇതിൻ്റെ ക്വാണ്ടിറ്റി നിങ്ങൾ കൂട്ടിക്കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിത് എത്രയാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് ഗ്യാസ് ഓൺ ചെയ്തിട്ട് ഒരു 5 അല്ലെങ്കിൽ 8 മിനിറ്റോളം നന്നായിട്ട് ഇതങ്ങ് തിളപ്പിച്ചിട്ട് ഒരു 1/4 പോർഷൻ വറ്റിച്ച് കൊണ്ടുവന്നാൽ മതി കേട്ടോ. ഈ ഒരു ബ്ലാക്ക് ടീ നമ്മുടെ മുടിയിൽ എന്താ ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മുടെ മുടി കൊഴിച്ചിലിന് കാരണമായിട്ടുള്ള DHT എന്ന് പറഞ്ഞിട്ടുള്ള ഹോർമോൺ നല്ല രീതിക്ക് തടഞ്ഞ് നമ്മുടെ മുടി കൊഴിച്ചിൽ പൂർണ്ണമായിട്ട് മാറ്റിത്തരാനുള്ള കഴിവ് നമ്മുടെ ഒരു ബ്ലാക്ക് ടീക്ക് ഉണ്ട് കേട്ടോ. മുടി കൊഴിച്ചിൽ മാറ്റിത്തരിക മാത്രമല്ല, മുടി നല്ല രീതിയിൽ ഷൈനിങ് ആയിട്ട് നല്ല കറുത്ത മുടി വളരാനായിട്ടും നമുക്ക് ഈ ഒരു തേയിലപ്പൊടി ഹെൽപ്ഫുൾ ആയിരിക്കും നമ്മുടെ മുടിയിൽ. ഗായ്സ്, നമ്മുടെ ഹെയർ ടോണിക് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനകത്തേക്ക് നമ്മൾ വേറെ ഒന്നും തന്നെ ചേർക്കുന്നില്ല. ഇത് അങ്ങോട്ട് എടുത്ത് ഉപയോഗിക്കാൻ കേട്ടോ. അപ്പോൾ ഉപയോഗിക്കേണ്ട മെത്തേഡ് കൂടി ഞാൻ പറഞ്ഞു തരാം. അതുകൂടി കേട്ട് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ടോണിക്ക് നമ്മൾ മുടിയിൽ 1/2 മണിക്കൂർ മുതൽ 1 മണിക്കൂർ വരെ നമുക്ക് ലീവ് ചെയ്യാം കേട്ടോ. അതിൽ കൂടുതൽ നമുക്ക് ലീവ് ചെയ്തോട്ടെ എന്ന് ചോദിച്ചു ഇനി എന്തായാലും വരും, താഴെ നമുക്ക് കമൻറ്റ് വരും. ഇത് രാത്രി മുടിയിൽ സ്പ്രേ ചെയ്തിട്ട് ഉണക്കിയതിന് ശേഷം കിടന്നുറങ്ങാവേ, എന്നിട്ട് പിറ്റേന്ന് രാവിലെ കഴുകിക്കൂടെ എന്നുള്ളത് ചോദ്യങ്ങളൊക്കെ വരാം. അപ്പോൾ നിങ്ങൾക്ക് റിസ്ക് എടുക്കാം, ഞാൻ റിസ്ക് എടുക്കുന്നില്ല. എനിക്ക് മുടി ഭയങ്കര ഇഷ്ടമുള്ളൊരു സംഭവമാണ്. അപ്പോൾ ഞാൻ അതിന്മേൽ ഒരുപാട് പരീക്ഷിക്കാൻ നിൽക്കാറില്ല. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഞാൻ അധികം മുടിയിൽ വെച്ച് കളിക്കാറില്ല. ഞാൻ ഫേസിൽ ചെയ്യുമെങ്കിലും ഞാൻ മുടിയിലധികം ഞാൻ ചെയ്യാറില്ല. എനിക്ക് പേടിയാണ്, ഞാൻ മുടിയിലധികം തൊട്ട് കളിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനൊരു 30 മിനിറ്റ് മാത്രമേ വെച്ചിട്ടുള്ളൂ. സത്യം പറയാലോ, 30 മിനിറ്റ് വെച്ചിട്ടുള്ളൂ. 60 മിനിറ്റിലേക്കൊന്നും ഞാൻ പോയിട്ടില്ല കേട്ടോ. ഏകദേശം 30 മിനിറ്റ് കഷ്ടിച്ചിട്ടോ അത്ര ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നതിന് ശേഷം നമ്മളത് വാഷ് ചെയ്യുകയാണ്. ഓക്കെ, ഇത് നിങ്ങൾ എന്താണ് ഒരുപാട് നേരം വെച്ചാലുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടിയിനത് ഡ്രൈ ആക്കി കളയും കേട്ടോ. നല്ല രീതിക്ക് ഡ്രൈ ആക്കി കളയും. അതുപോലെ തന്നെ നമ്മളിത് കണ്ടീഷണർ ഉപയോഗിക്കേണ്ടി വരും. നമ്മളിത് കഴുകിക്കളയുന്ന സമയത്ത് 1 മണിക്കൂറൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും നല്ലൊരു കണ്ടീഷണർ ഉപയോഗിച്ച് വേണം പിന്നീട് നമ്മൾ മുടി കഴുകിയെടുക്കാനായിട്ട്. അപ്പോൾ ഈ ഒരു കട്ടൻ ചായയിൽ നമ്മളിത് ഡിപ്പ് ചെയ്തിട്ടോ അല്ലെങ്കിൽ സ്പ്രേ ചെയ്തിട്ടോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിങ്ങനെ ഒരു പാത്രം താഴെ വെച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുത്തിട്ടോ എങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് മുടിയിൽ അപ്ലൈ ചെയ്യാം. അത് വിഷയമേ അല്ല. പക്ഷേ ഇത് ഒരുപാട് നേരം വെക്കുമ്പോൾ നിങ്ങൾ ഇത് അതുപോലെ തന്നെ ഇത് കഴുകിക്കളയുന്ന എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ആദ്യം നിങ്ങൾ ഷാമ്പു ഉപയോഗിച്ച മുടിയിൽ വേണം ഈ ഒരു നമ്മുടെ ഈ ഒരു കൂട്ട് അപ്ലൈ ചെയ്യാനായിട്ട് കേട്ടോ.
ഓക്കെ. എന്നതിന് ശേഷം നോർമൽ വാട്ടർ ഉപയോഗിച്ചിട്ടാണ് കഴുകി കളയുന്നത്. അപ്പോൾ ഞാനിവിടെ 30 മിനിറ്റിൽ കൂടുതൽ വയ്ക്കുന്ന സമയത്ത് എന്താ സംഭവിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി അങ്ങ് പെട്ടെന്ന് ഡ്രൈ ആയി പോകും കേട്ടോ. അപ്പോൾ ആയതുകൊണ്ട് ഞാൻ അത്ര നേരമൊന്നും വെക്കത്തില്ല, ഒരു 20-25 മിനിറ്റ് ഞാൻ വയ്ക്കാറുള്ളൂ കേട്ടോ. എന്നതിന് ശേഷം അങ്ങ് നോർമൽ വാഷ് ചെയ്തിട്ട് അങ്ങ് വരികയും ചെയ്യുക. അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾ ആരെങ്കിലും 1 മണിക്കൂർ അരമണിക്കൂറൊക്കെ വെച്ച് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നല്ലൊരു കണ്ടീഷണർ ഉപയോഗിക്കുക. ആദ്യം നമ്മൾ ഈ ഒരു കട്ടൻ ചായ അപ്ലൈ ചെയ്ത ശേഷം അത് കഴുകി കളയുക. കഴുകിയതിന് ശേഷം അതായത് 1 മണിക്കൂറോ അല്ലെങ്കിൽ അരമണിക്കൂറിന് മുകളിലോ നിങ്ങൾ വെച്ചതിന് ശേഷം കഴുകി കളഞ്ഞതിന് ശേഷം നല്ലൊരു കണ്ടീഷണർ ഉപയോഗിക്കുക. ഒരു 5 മിനിറ്റത്തേക്ക് ലീവ് ചെയ്യുക, പിന്നീട് അത് കഴുകി കളയാട്ടോ. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ ഒരു ഡ്രൈനെസ് കുറച്ച് കൊണ്ടുവരാവുന്നതാണ്. അപ്പം ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല, ജസ്റ്റ് ഒരു നോർമൽ വാഷ് മാത്രമേ കൊടുക്കുന്നുള്ളൂ. ഒരു 20-25 മിനിറ്റ് വെച്ചതിന് ശേഷം അങ്ങ് വാഷ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ അങ്ങനെ ട്രൈ ചെയ്യാം. ട്രൈ ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കണ്ടീഷണർ ഉപയോഗിക്കാനായിട്ട് മറക്കരുത്. അപ്പോൾ ഗൈസ്, എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ.